മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ ഉയർന്നിരിക്കുന്ന ഗുരുതരമായ അഴിമതി ആരോപണങ്ങളും കോടതി ഉത്തരവുകളും ചൂണ്ടിക്കാട്ടി LDF നേതാക്കൾ ഗവർണറെ കണ്ടു. നയപ്രഖ്യാപന പ്രസംഗത്തിന് മുൻപ് ഇത്തരം കാര്യങ്ങൾ ഗവർണർ പരിശോധിക്കണമെന്ന് LDF നേതാക്കൾ ആവശ്യപ്പെട്ടു. ഭരണഘടനാപരമായ ബാധ്യത നിറവേറ്റാതിരിക്കാനാവില്ലെന്നും പ്രതിപക്ഷത്തിന് പ്രതിഷേധത്തിനുള്ള അവകാശമുണ്ടെന്നും ഗവർണർ പറഞ്ഞതായും പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. വെള്ളിയാഴ്ച നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കെയാണ് LDF നേതാക്കൾ ഗവർണറെ കണ്ടത്. സോളാർ ബാർ കോഴ കേസുകളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആരോപണ വിധേയരാണ്. ഇവർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നാണ് വിജിലൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയിട്ടുമില്ല. മുൻപെങ്ങുമില്ലാത്ത വിധം സംസ്ഥാനത്ത് നിയമവാഴ്ച തകർന്നിരിക്കുകയാണെന്നും LDF നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ബാർ കോഴയിൽ ധനമന്ത്രിയായിരുന്ന KM മാണിക്ക് രാജിവെക്കേണ്ടി വന്ന സാഹചര്യവും LDF നേതാക്കൾ ഗവർണറെ ബോധ്യപ്പെടുത്തി. ഭരണഘടനാപരമായി സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർ ജനാധിപത്യത്തെ കളിയാക്കുകയാണെന്നും LDF ഗവർണർക്ക് നൽകിയ നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിൻ്റെ ഏറ്റവും ഹീനവും ദുഷ്ടവുമായ സമീപനത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയായി. ഈ സാഹചര്യത്തിലാണ് അങ്ങ് ഇങ്ങനെയൊരു ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് നിശ്ചയിക്കുന്നത്, നയപ്രഖ്യാപനം നടത്തുന്നു. തമ്മിലുള്ള പൊരുത്തക്കേട് അങ്ങ് ഓർക്കണം. നയപ്രഖ്യാപന പ്രസംഗത്തിന് മുൻപ് സംസ്ഥാനം നേരിടുന്ന ഗുരുതരമായ സ്ഥിതിവിശേഷം ഗവർണർ പരിശോധിക്കണമെന്നും LDF ആവശ്യപ്പെട്ടു. ഭരണഘടനാപരമായ ബാധ്യത നിറവേറ്റാൻ താൻ ബാധ്യസ്ഥനാണെന്ന് ഗവർണർ LDF നേതാക്കളെ അറിയിച്ചു. LDF നേതാക്കളായ C. ദിവാകരൻ, മാത്യു ടി തോമസ്, AK ശശീന്ദ്രൻ എന്നിവർക്കൊപ്പമാണ് പ്രതിപക്ഷ നേതാവ് ഗവർണറെ കണ്ടത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾക്ക് ജനപിന്തുണ കിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. സരിതയുടെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന പരാതി സർക്കാർ തലത്തിൽ അന്വേഷിക്കും. ബെന്നി ബെഹനാനും തമ്പാനൂർ രവിക്കുമെതിരായി ഉയർന്നത് വെറും ആരോപണങ്ങൾ മാത്രമെന്നും ഉമ്മൻചാണ്ടി. വലിയൊരിടവേളയ്ക്ക് ശേഷം സോളാർ കത്തിപ്പടരുന്ന സാഹചര്യത്തിൽ സോളാർ ചോദ്യശരങ്ങളായിരുന്നു മന്ത്രിസഭാ യോഗശേഷം മുഖ്യമന്ത്രി നേരിട്ടത്. സോളാറിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തെളിയിക്കാൻ മുഖ്യമന്ത്രി സരിതയെ വെല്ലുവിളിച്ചു. ആരോപണങ്ങളിൽ 1% കഴമ്പുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പദം മാത്രമല്ല പൊതുസേവന രംഗം തന്നെ വിടുമെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. ജയിൽ ശിക്ഷ വിധിച്ചിട്ടുള്ളവരാണ് ഈ ആരോപണം പറയുന്നത്. എനിക്കെതിരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ 1% ശരിയാണെങ്കിൽ ഞാൻ ഈ സ്ഥാനത്ത് മാത്രമല്ല പൊതുരംഗത്ത് പോലും നിൽക്കാൻ അർഹനല്ല. ബെന്നി ബെഹന്നാന്റെയും തമ്പാനൂർ രവിയുടെയും ഫോൺ വിളികളുടെ വിശ്വാസ്യത പരിശോധിക്കണം. UDF നിർദ്ദേശിച്ച തരത്തിൽ സോളാറിലെ ആരോപണങ്ങളെക്കുറിച്ച് ഒരു അന്വേഷണം സർക്കാർ തലത്തിൽ നടത്തും. ഇത് സംബന്ധിച്ച് ആലോചിച്ച് തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അത് ആരോപണമല്ലേ, വരട്ടെ. അതിന്റെ ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സാധ്യതയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വരട്ടെ. UDF ആവശ്യപ്പെട്ടിട്ടുണ്ട്, നിശ്ചയമായിട്ടും അത് പരിശോധിക്കും. സോളാർ കമ്മീഷനിൽ നൽകിയ മൊഴിയിൽ ഉറച്ചുനിന്ന മുഖ്യമന്ത്രി ഖജനാവിന് നഷ്ടമുണ്ടാക്കാത്ത ചാരക്കേസിൽ കരുണാകരൻ രാജിവെച്ചല്ലോ എന്ന ചോദ്യത്തിന് ഇങ്ങനെയാണ് പ്രതികരിച്ചത്. ISRO ചാരക്കേസും ശ്രീ K. കരുണാകരൻ രാജിവെച്ചതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ ചാരക്കേസ് സംബന്ധിച്ച് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ടുള്ളതുണ്ടെങ്കിൽ നിങ്ങളൊന്നും എടുത്തില്ല. ഇത് തമ്മിലുള്ള അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നിങ്ങൾ ഈ പറയുന്ന ഒന്നുമല്ല. സോളാർ കേസിൽ ബാബുരാജിന് ഭൂമി പോക്കുവരവ് ചെയ്തു കൊടുത്തതിൽ അപാകതയില്ലെന്നും ഇതൊരു പൗരന്റെ അവകാശമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സരിതയുടെ ആരോപണങ്ങൾ സർക്കാരിന് ഭീഷണിയല്ല. സർക്കാരിനെ അട്ടിമറിക്കാനുള്ള പ്രതിപക്ഷ നീക്കങ്ങൾക്ക് ജനപിന്തുണ ലഭിക്കില്ലെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സോളാർ കേസിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി സരിതാ നായരെ സ്വാധീനിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ KPCC ജനറൽ സെക്രട്ടറി തമ്പാനൂർ രവിക്കെതിരെ കേസെടുക്കാനാകില്ലെന്ന് പോലീസിന് നിയമോപദേശം. ഫോൺ സംഭാഷണം തെളിവായി സ്വീകരിക്കാൻ ആകില്ലെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം. സോളാർ കേസിൽ മുഖ്യമന്ത്രിക്ക് അനുകൂലമായി മൊഴി നൽകണമെന്നാവശ്യപ്പെട്ട് KPCC ജനറൽ സെക്രട്ടറി തമ്പാനൂർ രവി സരിതാ നായരുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണം പുറത്തുവന്നിരുന്നു. സംഭവത്തിൽ രവിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും പൊതുപ്രവർത്തകനായ PK രാജുവും DGPക്ക് പരാതി നൽകിയിരുന്നു. പരാതി DGP കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് കൈമാറി. രവിക്കെതിരെ കേസെടുക്കാൻ കഴിയുമോ എന്ന് പോലീസ് നിയമോപദേശവും തേടി. ശബ്ദരേഖകൾ തെളിവായി സ്വീകരിക്കാൻ കഴിയില്ലെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം. മുഖ്യമന്ത്രിക്ക് അനുകൂലമായി മൊഴി നൽകണമെന്നും മുഖ്യമന്ത്രിയെ 3 തവണയെ കണ്ടിട്ടുള്ളൂ എന്ന് പറയണമെന്നും തമ്പാനൂർ രവി സരിതയോട് ആവശ്യപ്പെട്ടതിന്റെ രേഖകളായിരുന്നു പുറത്തുവന്നത്. മുഖ്യമന്ത്രി കമ്മീഷന് നൽകിയ മൊഴികൾ പത്രങ്ങൾ വായിച്ച് പഠിക്കണമെന്നും തമ്പാനൂർ രവി ഉപദേശിച്ചിരുന്നു. ബിജു തെമ്മാടിയാണെന്നും തമ്പാനൂർ രവി ടെലിഫോൺ സംഭാഷണത്തിൽ പറഞ്ഞിരുന്നു. ഫലത്തിൽ മുഖ്യമന്ത്രിക്ക് സരിതയുമായി ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖയാണ് സാങ്കേതികത്വത്തിന്റെ പേരിൽ സർക്കാർ ഇല്ലാതാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
സംസ്ഥാന സർക്കാർ ജുഡീഷ്യറിയെ അവഹേളിക്കുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ജുഡീഷ്യറിക്കെതിരായി ഭരണപക്ഷം നടത്തുന്ന ആക്രമണം ജനാധിപത്യത്തിനെതിരെയുള്ള കടന്നുകയറ്റമാണെന്നും കോടിയേരി പറഞ്ഞു. സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നിരിക്കുകയാണെന്നും സർക്കാർ രാജിവെച്ച് ജനകീയ കോടതിയെ നേരിടാൻ തയ്യാറാകണമെന്നും കോടിയേരി തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. കോൺഗ്രസ് മന്ത്രിമാർക്കെതിരെ ഏതെങ്കിലും ജഡ്ജി പ്രതികരിച്ചാൽ ആ ജഡ്ജിമാർക്കുണ്ടാകുന്ന അനുഭവം എന്താണ് തൃശ്ശൂരിലെ വിജിലൻസ് കോടതി ജഡ്ജിക്കുണ്ടായ അനുഭവം? ഇത് ജുഡീഷ്യറിയെ ഭയപ്പെടുത്താനാണ്. ഭരിക്കുന്ന കക്ഷി ജുഡീഷ്യറിയോട് ഇത്തരം നിലപാട് സ്വീകരിച്ചാൽ ജുഡീഷ്യൽ സ്ഥാപനത്തിലുള്ളവർ എങ്ങനെയാണ് സ്വതന്ത്രമായി പ്രവർത്തിക്കുക? സോളാർ കമ്മീഷൻ ജഡ്ജി, റിട്ടയർഡ് ജഡ്ജി ശിവരാജൻ കളി ദിവസം അദ്ദേഹത്തിന്റെ ശവമഞ്ചവും പേറി ഒരു സ്ഥലത്ത് കോൺഗ്രസ്സുകാർ പ്രകടനം നടത്തുന്നത് കണ്ടു. അപ്പോൾ സോളാർ കമ്മീഷനും അവർക്ക് വേണ്ടാത്ത കമ്മീഷനായിട്ട് മാറി. ഇങ്ങനെ ജുഡീഷ്യറിക്കെതിരായി നടത്തുന്ന ഈ ആക്രമണം പാർലമെന്ററി ജനാധിപത്യത്തിനെതിരെയുള്ളൊരു വെല്ലുവിളിയാണ്. ഇതിവിടെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെ അപലപിക്കാൻ പോലും മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. ഉമ്മൻചാണ്ടിയെ നിലമറന്ന് സംരക്ഷിക്കുന്ന ആളാണ് KC ജോസഫ് എന്ന് പിണറായി വിജയൻ. ഇതിന്റെ തെളിവാണ് ജഡ്ജിക്കെതിരെയുള്ള KC ജോസഫിന്റെ പരാമർശം. കോഴയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി ഉദാരമനസ്കനാണെന്നും താൻ മാത്രമല്ല ഒപ്പം നിൽക്കുന്നവരും വാങ്ങണമെന്ന നിലപാടാണ് ഉമ്മൻചാണ്ടിക്കുള്ളതെന്നും പിണറായി പരിഹസിച്ചു. KC ജോസഫിനെതിരെയുള്ള കോടതി അലക്ഷ്യ പ്രശ്നം ഇത് KC ജോസഫിൻ്റെ മാത്രമായിട്ടുള്ളൊരു പ്രശ്നമല്ല. ഒരുപക്ഷെ കോൺഗ്രസ്സിൽ ഈ വലിയ തോതിൽ അപകടകരമായ രീതിയിൽ പറയാത്ത ആളാണ് ജോസഫ്. ആ ജോസഫ് പോലും ഇങ്ങനെയായി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതാണ് കോൺഗ്രസിൻ്റെ ഒരു മികവ് ഇവിടെയാണ് കിടക്കുന്നത്. കാരണം ഒരു ജഡ്ജിക്കെതിരെ വ്യക്തിപരമായി ആക്ഷേപം ഉന്നയിക്കാൻ പാടില്ല എന്നത് മനസ്സിലാക്കാത്ത ആളല്ല ജോസഫ്. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്തയാളായിട്ടാണ് ജോസഫ് നിലകൊള്ളുന്നത്. ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്തവർ മൂന്നാളാണെന്നാണ് സാധാരണ പറഞ്ഞു കേൾക്കാറ്. അപ്പം അതിൽ ഈ മറ്റു രണ്ടു പേർക്കും ഉണ്ടായ പരാതിയൊന്നും ജോസഫിനെതിരെ ഉയർന്നു വന്നതായിട്ട് കണ്ടിട്ടില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. എന്നാൽ ജോസഫ് തൻ്റെ നിലവിട്ടും ഉമ്മൻചാണ്ടിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രംഗത്ത് വന്നതാണ് ഈ ജഡ്ജിയെ അവഹേളിച്ച സംഭവം. ജോസ് തെറ്റയിലിനെതിരായ വിവാദ CDക്ക് പിന്നിൽ ഉമ്മൻചാണ്ടി എന്ന് വെളിപ്പെടുത്തൽ. സോളാറിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ രാഷ്ട്രീയ കരുനീക്കം നടത്തിയത് ബെന്നി ബെഹനാൻ എന്ന് CDയിൽ ഉൾപ്പെട്ട നോബി പറഞ്ഞു. പണം ആവശ്യപ്പെട്ട് നോബി ബെന്നി ബെഹനാനെ വിളിക്കുന്ന ശബ്ദരേഖ പീപ്പിൾ TV പുറത്തുവിട്ടു. ഹലോ, സാറേ, നോബിയാണ് വിളിക്കണേ. സാറേ, കാശിന്റെ കാര്യത്തിൽ തീരുമാനം വലുതായോ? എന്നത്തേക്കാവും? ഫാദറായിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല. ആ സമയത്ത് ഫാദർ ഉണ്ടായില്ലല്ലോ. എന്താ ചെയ്യാ? എപ്പോ വിളിക്കണം? ഹലോ, നമസ്കാരം. ഷാജഹാനാണേ, കൈരളി ചാനലിൽ നിന്ന്. പറഞ്ഞോളൂ ഷാജഹാൻ, പറഞ്ഞോളൂ. അതെ, നമ്മളിപ്പോ ഓഡിയോയ്ക്കകത്ത് പറയുന്നല്ലോ, അതാരെ ബെന്നി ബെഹനാനോട് സംസാരിച്ചാണോ? അതെ അതെ, ബെന്നി സാറായിട്ട് സംസാരിച്ചു. എന്താ പുള്ളിക്ക് ഇതിൻ്റെ അകത്തുള്ള പങ്ക് എന്താണ്? പുള്ളി ഇതിൻ്റെ അകത്ത് വല്ല റോൾ ഉണ്ടായിരുന്നോ പുള്ളിക്ക് ഈ കേസിൽ? പുള്ളിക്ക് ഇതിനകത്ത് ആണല്ലോ, പുള്ളി എന്റെ കാര്യത്തിൽ പുള്ളിക്കാണല്ലോ ഫുൾ റോള്. അതാണ് ചോദിച്ചത്. എല്ലാ കാര്യത്തിലും പുള്ളിക്ക് റോൾ ഉണ്ടല്ലോ. അതാണ് ചോദിച്ചത്. അത് പുള്ളിക്ക് എന്താ ഇതിൻ്റെ അകത്തുള്ള ഒരു പങ്ക്? അതിനകത്തുള്ളൊരു പങ്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള പങ്ക് തന്നെയല്ല. അത് പുള്ളിക്ക് മാത്രമാണോ? പുള്ളിയുടെ ഇടപെടലാണോ അതോ പുള്ളിക്ക് മോളിന്നുള്ള ഇടപെടലാണോ? മോളിന്നുണ്ട്, പുള്ളിക്കുണ്ട്. ഇതിനകത്ത് കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ വെളിപ്പെടുത്താനുള്ളൊരു ഉദ്ദേശമായിട്ട് നിൽക്കുകയാണ്. അതിപ്പോ
ഓരോ ദിവസങ്ങളായിട്ട് ചെയ്യാമെന്ന് ചെയ്തിട്ട് നിൽക്കുവാണ്. എന്തായാലും ഞാൻ എല്ലാ കാര്യങ്ങളും എനിക്ക് തുറന്നു പറഞ്ഞേ തീരൂ. കാരണം നമ്മളൊരു ഇതിനകത്തൊരു മറവിന്റെ ഉള്ളിന്റെ ആവശ്യം നമുക്കില്ല. ഉമ്മൻചാണ്ടി ഇതിന്റെ അകത്ത് ഇടപെട്ടിട്ടുണ്ടോ? പിന്നെ പുള്ളിയാണല്ലോ ഇതിന്റെ മെയിൻ ആള്. പുള്ളിയാണല്ലോ ഇതിനകത്ത് മാസ്റ്റർ. മാസ്റ്റർ ബ്രെയിൻ പുള്ളിയുടെ തട്ടേൽ കേസിന്റെ പുള്ളിയാണ് മാസ്റ്റർ. അതെ. പുള്ളി അത് ബെന്നിയെ വെച്ച് ഓപ്പറേറ്റ് ചെയ്യിച്ചാണോ? അതിനകത്ത് 4-5 പേര് ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്, രാഷ്ട്രീയക്കാരാണ്. ഡിജിറ്റൽ തെളിവുകൾ നാളെ സോളാർ കമ്മീഷനിൽ ഹാജരാക്കുമെന്ന് സരിത പറഞ്ഞു. ഇതോടൊപ്പം ഹാജരാക്കുന്ന കത്തിൽ ചിലരുടെ പേരുകൾ ഉണ്ടാകുമെന്നും സരിത പുത്തൂരിൽ പറഞ്ഞു. സരിത 1-ാം പ്രതിയായ കരാർ തട്ടിപ്പ് കേസിൽ തുടർച്ചയായി ഹാജരാകാത്തതിനെ തുടർന്ന് 2-ാം പ്രതിയായ ബിജു രാധാകൃഷ്ണന് കോയമ്പത്തൂർ കോടതി അറസ്റ്റ് വാറണ്ടും പുറപ്പെടുവിച്ചു. നാളെ ഇത്രയും സമയം അനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ ചെയ്യുക. അതൊന്ന്. നാളെ ഡിജിറ്റൽ എവിഡൻസ് കൊടുക്കാനുള്ള പ്രിപ്പറേഷൻ എൻ്റെ ഭാഗത്തുണ്ട്. ഡിജിറ്റൽ അല്ലെങ്കിൽ മറ്റുള്ള എവിഡൻസസ് കൊടുക്കാനുള്ള പ്രിപ്പറേഷൻ എൻ്റെ ഭാഗത്തുണ്ട്. അത് ചെയ്യുവാണെങ്കിൽ ഞാൻ ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ ചെയ്യും. കോടതി ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഒത്തിരി നേരം സംസാരിക്കാൻ പറ്റില്ല. സംസ്ഥാന പോലീസ് മേധാവിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജ് TP സെൻകുമാർ ദുരുപയോഗം ചെയ്യുന്നതായി ആക്ഷേപം. പോലീസ് ഉത്തരവുകളും സർക്കുലറുകളും ജനങ്ങളിൽ എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഔദ്യോഗിക പേജ് DGP സെൻകുമാർ സ്വകാര്യ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ ഉപയോഗിക്കുന്നതായാണ് ആക്ഷേപമുയർന്നിരിക്കുന്നത്. അതേസമയം TP സെൻകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കെതിരെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി രംഗത്തുമെത്തിയിട്ടുണ്ട്. സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവുകൾ, DGPയുടെ സർക്കുലറുകൾ, പോലീസ് നിർദ്ദേശങ്ങൾ എന്നിവ ജനങ്ങൾക്കറിയുന്നതിനും ജനങ്ങളുടെ പരാതികൾ രേഖപ്പെടുത്തുന്നതിനുമായാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജ് തുടങ്ങിയത്. തുടക്കത്തിൽ ഉദ്ദേശലക്ഷ്യം നിലനിർത്തി ഫേസ്ബുക്കിൽ ഔദ്യോഗിക പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കഥ മാറി. പോലീസ് മേധാവിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ DGP TP സെൻകുമാർ സ്വന്തം അഭിപ്രായ പ്രകടനങ്ങളും മറ്റു വിഷയങ്ങളിലെ തന്റെ പ്രസ്താവനകളും കൂടി രേഖപ്പെടുത്തി തുടങ്ങിയെന്നാണ് പ്രധാന ആരോപണം. മറ്റ് IPS ഉദ്യോഗസ്ഥർ സ്വന്തം ഫേസ്ബുക്ക് പേജുകളിൽ കമന്റുകൾ രേഖപ്പെടുത്തിയപ്പോൾ അതിൽ തനിക്കുള്ള അമർഷം രേഖപ്പെടുത്താനും TP സെൻകുമാർ ഉപയോഗിച്ചത് ഔദ്യോഗിക പേജാണ് എന്നതും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. ഇത്തരത്തിലുള്ള TP സെൻകുമാറിന്റെ നടപടിയാണ് ഇപ്പോൾ ആക്ഷേപത്തിനും പ്രതിഷേധത്തിനും ഇടയാക്കിയിരിക്കുന്നത്. TP ശ്രീനിവാസനെ SFI പ്രവർത്തകർ മർദ്ദിച്ച സംഭവത്തിലെ പോലീസുകാർക്കുണ്ടായ വീഴ്ചയിൽ ആ പോലീസ് ഉദ്യോഗസ്ഥരെ പരസ്യമായി അപമാനിച്ച ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത് ജീവനക്കാർക്കിടയിലും അമർഷത്തിന് കാരണമായി. ഔദ്യോഗികമായി പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ട DGP അതിനു പകരം അവരെ എന്തു ചെയ്യണമെന്ന സ്വന്തം അഭിപ്രായം DGPയുടെ ഔദ്യോഗിക പേജിൽ വിളമ്പിയിരിക്കുന്നുവെന്നതും പരാതിക്ക് ഇടയാക്കിയിരിക്കുന്നു. ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ രേഖപ്പെടുത്തുന്നതിനെക്കുറിച്ച് DGP TP സെൻകുമാർ തന്നെ പുറത്തിറക്കിയ സർക്കുലർ അദ്ദേഹം തന്നെ അട്ടിമറിച്ചിരിക്കുന്നുവെന്നാണ് പല IPS ഉദ്യോഗസ്ഥരും പറയുന്നത്. DGPയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ പ്രതിപക്ഷ നേതാവും രംഗത്തെത്തി. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും IPSകാരുടെ ഫേസ്ബുക്ക് കമന്റുകൾക്കെതിരെ പ്രതികരിച്ചിരുന്നു. സംസ്ഥാനത്ത് പട്ടാപ്പകൽ കൊലപാതകങ്ങൾ ആവർത്തിക്കുമ്പോഴും DGP ഫേസ്ബുക്ക് പേജിൽ നടത്തുന്ന കമന്റുകൾ ഫേസ്ബുക്കിൽ തന്നെ വ്യാപക പ്രതിഷേധത്തിനും ഇടയാക്കിയിരിക്കുകയാണ്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നാടെങ്ങും ലഭിക്കുന്ന ഉജ്ജ്വല സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് എറണാകുളം ജില്ലയിൽ പര്യടനം തുടരുകയാണ്. ഇപ്പോൾ വിവരങ്ങളുമായി സാലി മുഹമ്മദ് തത്സമയം നമ്മോടൊപ്പം ചേരുകയാണ്. സാലി, ജാഥ എവിടം വരെയായി? ഏറ്റവും ഒടുവിൽ പിണറായി വിജയൻ പറഞ്ഞത് എന്തൊക്കെ? ഒപ്പം ജനസാന്നിധ്യത്തെ സംബന്ധിച്ചു. അജിംഷാദ്, ജാഥ ഇപ്പോൾ പെരുമ്പാവൂരിലെത്തിയിരിക്കുന്നു. ഇപ്പോൾ ജാഥാനായകൻ പിണറായി വിജയൻ പെരുമ്പാവൂരിലെ സമ്മേളന വേദിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇതിനു മുമ്പ് കളമശ്ശേരിയിലും ആലുവയിലുമാണ് 2 സ്വീകരണ കേന്ദ്രങ്ങൾ പൂർത്തിയായത്. ഈ കഴിഞ്ഞ സ്വീകരണ കേന്ദ്രങ്ങളിലൊക്കെ വലിയ ജനക്കൂട്ടം ഈ കേന്ദ്രങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ പോലെ ഇന്നും നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇനി കുന്നത്തുനാട് മണ്ഡലത്തിന്റെ ഭാഗമായ പുത്തൻകുരിശിലാണ് ഇനി അടുത്ത സ്വീകരണമുള്ളത്. ഇന്ന് സ്വീകരണം നൽകിയ എല്ലാ കേന്ദ്രങ്ങളിലും വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു. പിണറായി RSSും കോൺഗ്രസും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന രഹസ്യ ധാരണയെ സംബന്ധിച്ചാണ് ഇന്ന് പ്രധാനമായും പറഞ്ഞത്. RSSന്റെ വർഗീയതയെ കോൺഗ്രസും ഉമ്മൻചാണ്ടിയും പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് പിണറായി ആരോപിച്ചു. UDF BJP ബന്ധത്തിൽ കൂടിയാലോചനകൾ തുടങ്ങിക്കഴിഞ്ഞതായി അദ്ദേഹം പറയുകയും ചെയ്തു. ഏതായാലും മറ്റു വിഷയങ്ങൾ സോളാർ ഉൾപ്പെടെയുള്ള മറ്റു വിഷയങ്ങൾക്കൊപ്പം വർഗീയതക്കെതിരെയും കടുത്ത വിമർശനമുയർത്തിയാണ് പിണറായിയുടെ പ്രസംഗം മുന്നോട്ട് പോകുന്നത്. അല്പസമയത്തിനകം പിണറായി പെരുമ്പാവൂരിൽ പ്രസംഗിക്കും. ശരി സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കായിക വാർത്തകൾ. ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റനെതിരെ ബ്രിട്ടീഷ് വനിതാ ഹോക്കി താരത്തിന്റെ പീഡന പരാതി.
ഹോക്കി ടീം ക്യാപ്റ്റൻ സർദാർ സിംഗ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് പരാതി. ലുധിയാന പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഡ്രൈവർമാരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ പദ്ധതിയുമായി ശ്രീറാം ഫൗണ്ടേഷൻ എഡ്യൂക്കേഷൻ സപ്പോർട്ട് സ്കീം എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി VS ശിവകുമാർ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. 8 മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും. 2400 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകി വരുന്നതിന് പുറമെയാണ് ശ്രീറാം ഫൗണ്ടേഷന്റെ പുതിയ സംരംഭം.